അപ്പൊ ഇന്ന് നമ്മളിവിടെ പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് വ്യാഴം മാറുന്നത് പുലർച്ചെ സമയത്ത്. അതായത് അർദ്ധരാത്രി 1:55 വ്യാഴത്തിന്റെ മാറ്റം. ഇടവ മാസം 18-ാം തീയതി കൂടിയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം തുലാക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഇത്ര നാള് വ്യാഴം നിന്നിരുന്ന ഭാവം 9-ാം ഭാവത്തിലായിരുന്നു. 9-ൽ നിന്ന് കർമ്മത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ കർമ്മത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. സ്വന്തം വീട്ടിൽ ബലവാനായിട്ട്, സ്വന്തം വീട്ടിലെ ഉച്ചസ്ഥാനത്താണ് വ്യാഴത്തിന്റെ വരവ്. കർക്കിടക രാശിയല്ലേ, അപ്പൊ ഉച്ചക്ഷേത്രത്തിലേക്കാണ് വരവ്. അപ്പൊ 10-ലാണ്. അപ്പൊ കർമ്മത്തിൽ വളരെയധികം സൂക്ഷിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലാണ് എപ്പോഴും വ്യാഴത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കർമ്മ മേഖലയിലേക്ക്, പുതിയ പുതിയ ബിസിനസ്സിലേക്ക് എടുത്തു ചാടാതെ നോക്കുക. പിന്നെ എപ്പോഴും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഉണ്ടാവും ഈ രാശിക്കാർക്ക്. 10-ലാവുമ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ പെട്ടെന്ന് ആകസ്മികമായിട്ട് ക്ഷേത്ര ദർശനങ്ങൾ വരാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ്. പക്ഷെ വ്യാഴമായതുകൊണ്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ നീർക്കെട്ട് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിക്കണം. സാമ്പത്തികമായ ഇടപാടുകളിൽ ചെന്ന് പെടുമ്പോൾ എടുത്തു ചാടി ഒന്നും വെക്കാതെ നോക്കുക.